ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ തിയറി പാർട്ടിലെ തന്നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം ആൻഡ് ഡീകൺസ്ട്രക്ഷൻ. പോസ്റ്റ് സ്ട്രക്ചറലിസം എമേർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ എമേർജ് ചെയ്യുന്നത് ഫ്രാൻസിലാണ്. ഇറ്റ് എമേർജ്ഡ് ഇൻ ഫ്രാൻസ് ഇൻ ദി ലേറ്റ് 1960s. ഇറ്റ് എമേർജ്ഡ് ഇൻ ഫ്രാൻസ്. The two figures most closely associated with this movement are Roland Barthes and Jacques Derrida. ഈ രണ്ടാളുകളുമാണ് ഈ തിയറിയുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഫിലോസഫേഴ്സ്, രണ്ട് ഓതേഴ്സ്. റോളൻ ബാർട്സ് നമ്മൾ സ്ട്രക്ചറലിസം പഠിച്ച സമയത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് മൂവ്മെൻറ്റിലും പെട്ട ആളാണ് റോളൻ ബാർട്സ്. ആദ്യം ഇയാളൊരു സ്ട്രക്ചറലിസ്റ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തിയറി അദ്ദേഹം മാറ്റം വരുത്തി. അദ്ദേഹം ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ ഭാഗമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്, അദ്ദേഹത്തിൻ്റെ ലേറ്റർ പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. ഓക്കെ, ഇനി പോസ്റ്റ് സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ, ഈ രണ്ട് ടേം തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കാം. ഡീകൺസ്ട്രക്ഷൻ ഈസ് എ ടേം വിച്ച് ഈസ് കോയിൻഡ് ബൈ ഡെറിഡ ആൻഡ് ഓഫൻ യൂസ്ഡ് സിനോണിമസ്ലി വിത്ത് പോസ്റ്റ് സ്ട്രക്ചറലിസം. അപ്പോൾ ഈ ഡീകൺസ്ട്രക്ഷൻ എന്നുള്ളത് മിക്ക സമയത്തും പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ ഒരു സിനോണിം ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ് എന്നർത്ഥം. അപ്പം ഈ പോസ്റ്റ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സംഗതിയാണ് എന്ത്, ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ പ്രാക്ടീസ് വിച്ച് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പ്രൈമറിലി ഡു. പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഡീകൺസ്ട്രക്റ്റ്. എന്താണ് കൺസ്ട്രക്ഷൻ എന്നുള്ളതിലേക്ക് നമ്മൾ വരാം. ഈ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ദേ ആർ ഡൂയിങ് ദിസ് ഡീകൺസ്ട്രക്ഷൻ. ദേ ഡീകൺസ്ട്രക്ട് ദ ടെക്സ്റ്റ്. നോട്ട് ഓൺലി ദ ടെക്സ്റ്റ്, ദേ ക്യാൻ ഡീകൺസ്ട്രക്ട് എനിത്തിങ്. ഓക്കെ, വിൽ ഡിസ്കസ് ദാറ്റ്. Then it entered the American literary departments in the 1970s and 1980s through the works of the Yale critics, which included literary scholars such as Paul D. Mann, Jeffrey Hartman, Hillis Miller, and Harold Bloom. Yale critics, American critics ആണ്, a group of critics ആണ്. പോൾ ഡി മാൻ, ജെഫ്രി ഹാർട്ട്മാൻ, മില്ലർ, ബ്ലൂം, ഇവരിലൂടെയൊക്കെയാണ് ഈ തിയറി അമേരിക്കയിൽ പോപ്പുലർ ആകുന്നത്. അമേരിക്കയിൽ, USA പോപ്പുലർ ആകുന്നത് ഈ പറഞ്ഞ ഈ എഴുത്തുകാരിലൂടെയാണ്. അത് 1970s ആൻഡ് 1980s കാലഘട്ടത്താണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. നോക്കൂ, ഐ ഹാവ് ഗിവൺ എ കോട്ട് ഹിയർ. ദ സെൻറ്റർ ഈസ് നോട്ട് ദ സെൻറ്റർ. ഇറ്റ്സ് എ വെരി കോൺട്രാഡിക്ടറി കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ദ സെൻറ്റർ ഈസ് നോട്ട് ദ സെൻറ്റർ. സെൻറ്റർ അല്ല എന്നാണ് പറയുന്നത്. This is a statement which you can see in the lecture of Derrida. The lecture was titled like The Structure, Sign and Play in the Discourse of Human Science. അതിനകത്ത് അദ്ദേഹം പറയുന്നതാണ് the center is not the center. What is that? Post structuralist doesn't believe in any center. അതുകൊണ്ടാണ് ഇങ്ങനെ സാധനം വരുന്നത്. പോസ്റ്റ് സ്ട്രക്ചറലിസത്തിനെ സംബന്ധിച്ചിടത്തോളം they don't believe in any center. What does that mean? എന്താ അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ they don't believe in any center. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറലിസം ഇതിന് മുൻപ് ഡിസ്കസ് ചെയ്തു. സ്ട്രക്ചറലിസം സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രക്ചർ നിലനിൽക്കണമെങ്കിൽ എപ്പോഴും ഒരു ഫേം ആയിട്ടുള്ള ഒരു സെൻട്രൽ പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ അത് അവിടെ സെൻട്രൽ ഉറച്ചു നിൽക്കുമ്പോൾ അതുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടാണ് മറ്റുള്ള സ്ട്രക്ചറുകൾ ഉണ്ടാവുക. ഓക്കെ, ഓൾ ദി അതർ സ്ട്രക്ചേഴ്സ് വിൽ ബി റിലേറ്റഡ് ടു ദ സെൻട്രൽ സ്ട്രക്ചർ ഓർ ദ സെൻട്രൽ പോയിൻ്റ്. അപ്പോൾ അങ്ങനെ ഒരു സെൻട്രാലിറ്റിയിൽ വിശ്വാസമില്ല പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു. ബട്ട് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഡസൻറ്റ് ബിലീവ് ഇൻ എനി സച്ച് കൈൻഡ്സ് ഓഫ് സെൻറ്റർ ഓർ സെൻട്രാലിറ്റി. സപ്പോസ് ഇപ്പോൾ നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു എക്സാമ്പിൾ എടുത്തു. ഫാമിലിയിൽ ഒരു സെൻറ്റർ ഉണ്ടോ? ഹു ഈസ് ദ സെൻട്രൽ ഫിഗർ ഇൻ യുവർ ഫാമിലി? ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ഫാദർ. Father will be in the center and he will give orders. Okay, then other members in the family have to obey him. And he is acting as a kind of center. He is the center in the family. Understand? ആ ഫാമിലിയുടെ ഒരു സ്ട്രക്ചർ എടുത്തു പോയി കഴിഞ്ഞാൽ ഫാദർ വിൽ ബി ഇൻ ദ സെൻറ്റർ. മറ്റുള്ള മെമ്പേഴ്സൊക്കെ അയാളായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും, പക്ഷേ അയാളുടെ സബ്ബായിരിക്കും. അണ്ടർസ്റ്റാൻഡ്?
what happens in the case of your college? If you are studying in any college, the principal will be in the center there. Understand? The other teachers and other staffs will be his subordinates, and he will make the orders. The others have to obey. Anyway, നമ്മളവിടെ ആ പവർ സ്ട്രക്ചറിനെ കുറിച്ചല്ല പറയുന്നത്. എനിവേ ദർ ഇസ് എ സ്ട്രക്ചർ ദെയർ ആൻഡ് ദർ ഇസ് സെൻറ്റർ ഫോർ ദാറ്റ് സ്ട്രക്ചർ. സോ പോസ്റ്റ് സ്ട്രക്ചറലിസം ഡസൻ ബിലീവ് ഇൻ എനി സെൻറ്റർ. ഓക്കെ, അവർ ഈ സെൻറ്റർ പൊളിച്ചെഴുതാൻ വന്ന ടീമാണ്. അണ്ടർസ്റ്റാൻഡ്? പോസ്റ്റ് നമ്മൾ കുറച്ചും കൂടി പറയുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കിത് സംഗതി മനസ്സിലാവും. കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇനി വേറെ നോക്കുക, നമ്മൾ പഴയ കാലത്ത് നമ്മുടെ മൊത്തത്തിൽ നോളജിൻ്റെ ഒക്കെ തന്നെ യൂണിവേഴ്സിൻ്റെ ഒക്കെ സെൻറ്ററായിട്ട് ദൈവത്തെയാണ് നമ്മൾ കണ്ടിരുന്നത് പഴയ കാലത്ത്. ഇപ്പോഴും ദൈവത്തെ തന്നെയാണ് പല ആൾക്കാരും. ഓക്കെ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷെ ഒരു വെസ്റ്റേൺ പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു വെസ്റ്റേൺ ചിന്ത എന്ന് നോക്കുകയാണെങ്കിൽ, ദേ പുട്ട് ഗോഡ് ഇൻ ദ സെൻറ്റർ. മനുഷ്യന് കുറേ കാലം മുമ്പ്, മനുഷ്യൻ്റെ ആദിമകാലത്ത് സെൻറ്ററിൽ ആരും ഇല്ലായിരുന്നു, ഒരു പക്ഷേ ദൈവമൊന്നുമില്ലായിരുന്നു. പിന്നെ അവൻ ദൈവത്തെ കണ്ടുപിടിച്ചു. ദെൻ ദ ഗോഡ് വാസ് പുട്ട് ഇൻ ദ സെൻറ്റർ. ദൈവത്തുമായിട്ട് അസോസിയേറ്റ് ആയിട്ടാണ് എല്ലാ നോളജും, അതേ ദൈവത്തിനാണ് എല്ലാം അറിയുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ദെൻ ഗോഡ് വാസ് ഇൻ ദ സെൻറ്റർ. പക്ഷെ നമ്മുടെ റിനേസൻസ് ഒക്കെ ആയ സമയത്ത് മനുഷ്യന്മാർക്ക് കുറേ വിവരം വെച്ചു, ഒരുപാട് കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് ഗോഡ് വാസ് റീപ്ലേസ്ഡ് ബൈ മാൻ. ദെൻ മാൻ വാസ് ഇൻ ദ സെൻറ്റർ. You understand? So we'll discuss that later. Post-structuralists reject the idea that texts have a fixed meaning. ഇങ്ങനെ ഒരു സാധനത്തെ ഇവർ വിശ്വസിക്കുന്നില്ല. ഇത് റിജക്റ്റ് ചെയ്യാണ് കേട്ടോ, ശ്രദ്ധിക്കുക. പോസ്റ്റ് സ്ട്രക്ചറലിസം റിജക്റ്റ് ചെയ്യുകയാണെന്ത്, ദ ടെക്സ്റ്റ് ഹാവ് എ ഫിക്സഡ് മീനിങ് എന്നുള്ള സംഗതി ഇവർ വിശ്വസിക്കുന്നേ ഇല്ല. പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ ഇത് വിശ്വസിക്കുന്നില്ല. ദേ റിജക്റ്റ് ഇറ്റ്. അണ്ടർസ്റ്റാൻഡ്? അപ്പം ടെക്സ്റ്റിന് ഫിക്സ്ഡ് മീനിങ് ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ആർഗ്യുമെൻ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കാം. ലെറ്റ്സ് മൂവ് ഓൺ. പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് അക്യൂസ് സ്ട്രക്ചറലിസ്റ്റ് ഓഫ് നോട്ട് ഫോളോയിങ് ദെയർ ഓൺ വ്യൂസ് അബൌട്ട് ലാംഗ്വേജ്. ഇതിപ്പോൾ പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് സ്ട്രക്ചറലിസത്തിൻ്റെ ഒരു തുടർച്ചയാണോ അതോ സ്ട്രക്ചറലിസത്തെ എതിർത്തുകൊണ്ടാണോ വരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സ്ട്രക്ചറലിസത്തെ എതിർത്തുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഇവർ കാര്യമായിട്ടും സ്ട്രക്ചറലിസ്റ്റുകളെ അക്യൂസ് ചെയ്യുന്നത്, അവരെ കുറ്റപ്പെടുത്തുന്നത്, അവർ തന്നെ പറയുന്ന ഭാഷയെക്കുറിച്ച് അവർ തന്നെ പറയുന്ന കാര്യങ്ങളെ അവർ ദേ ആർ നോട്ട് ഫോളോയിങ്, അവർ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന സംഗതി ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. സ്ട്രക്ചറലിസ്റ്റുകളുടെ വിശ്വാസത്തെ ഒന്നും കൂടി എക്സ്ട്രീമായിട്ട് എടുക്കുന്നതാണ് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ നമുക്ക് കാണുന്നത്. സ്ട്രക്ചറലിസത്തിൻ്റെ ഒരു എക്സ്ട്രീമാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ സംഗതിയുടെയും ഒരു എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇൻ എവറി ബിലീഫ് യു ക്യാൻ സീ, ഇൻ റിലീജിയൻ ഓൾസോ. അതൊരു എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായി മാറും. ഓക്കെ, അപ്പം ആ ഒരു എക്സ്ട്രീമിലേക്ക് പോകാത്തതാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകളെ അക്യൂസ് ചെയ്യുന്നത്, അങ്ങനെ പോകാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ ഭാഷയെക്കുറിച്ച് ഇവർക്കുണ്ടായിരുന്ന കോൺസെപ്റ്റ് പൂർണ്ണമായിട്ട് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കുണ്ടായിരുന്ന കോൺസെപ്റ്റ് എന്താണ്? ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നത് നോക്കൂ. സ്ട്രക്ചറലിസംസ് വൺ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് വ്യൂ ഈസ് ദാറ്റ് ലാംഗ്വേജ് ഡസൻ ജസ്റ്റ് റിഫ്ലക്റ്റ് ഓർ റെക്കോർഡ് ദ വേൾഡ്, റാദർ ഇറ്റ് ഷേപ്സ് ഇറ്റ്. അണ്ടർസ്റ്റാൻഡ്? ഭാഷ ഇങ്ങനെ ഒരു സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചറലിസം നിങ്ങൾക്ക് അത് വീഡിയോ മുമ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ട്രക്ചറലിസ്റ്റുകളുടെ ഒരു വാദമായിരുന്നു, ലാംഗ്വേജ് ജസ്റ്റ് ഡസൻറ്റ് റിഫ്ലക്റ്റ് ഓർ റെക്കോർഡ് ദ വേൾഡ് ഓർ റിയാലിറ്റി. വേൾഡ് എന്നുള്ളത് റിയാലിറ്റി എന്നൊരു അർത്ഥത്തിൽ എടുത്ത് നോക്കും. ഭാഷക്കുള്ളിൽ റിയാലിറ്റി ഇല്ല, മറിച്ച് റിയാലിറ്റി ഉണ്ടാക്കുന്നത് തന്നെ ഭാഷയാണ് എന്നുള്ള സാധനം. ഇങ്ങനെയുള്ളൊരു സാധനം ഇവർക്കുണ്ടായിരുന്നു സ്ട്രക്ചറലിസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് അതിനെ അവർ എടുത്തിട്ടില്ല സ്ട്രക്ചറലിസ്റ്റുകൾ. എന്നാൽ പോസ്റ്റ് സ്ട്രക്ചറലിസം ഇതെന്ത് ചെയ്യുന്നു? ദേ ടേക്ക് ദിസ് ടു എക്സ്ട്രീംസ് ആൻഡ് സേ ദാറ്റ് ഇഫ് റിയാലിറ്റി ഈസ് ടെക്സ്ച്വൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു അച്ചീവ് എനി നോളജ് ത്രൂ ലാംഗ്വേജ്. അതുകൊണ്ട് ഇവർ പറയുന്നതാണ്, ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭാഷയിലൂടെ എന്തെങ്കിലും ഒരു നോളജ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റാം? ഭാഷക്കകത്ത് റിയാലിറ്റി ഇല്ല എന്നുള്ളതാണ് വാദം. ഒരു ഭാഷയെ നിങ്ങൾ തനിച്ചിങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ ഹാവ് എനി ട്രൂത്ത് ഓർ റിയാലിറ്റി ഇൻ ഇറ്റ്. Actually all the reality is constructed through language.
ഇപ്പം എന്ന് പറയാം, നമ്മളൊരു പറഞ്ഞിരുന്നു, നമുക്കറിയാം ഒരു ആടിനെ പട്ടിയാക്കുന്ന എക്സാമ്പിളൊക്കെ നമുക്ക് ഭാഷയിലൂടെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഷയിലൂടെ കൺസ്ട്രക്ട് ചെയ്യാണ് ഓരോ സംഗതികളെയും. ഒരു സംഗതിയെ നിങ്ങൾക്ക് നല്ലതായിട്ട് മോശമായിട്ട് ഒരൊറ്റ സാധനത്തിൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും ഭാഷ ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാഷ, അപ്പോൾ ഭാഷ റിലയബിൾ അല്ല എന്നുള്ളൊരു സാധനമാണ് ഈ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ വാദിക്കുന്നത്. അങ്ങനെ റിലയബിൾ അല്ലാത്ത, കാരണം ഒരേ ഭാഷ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരാളെ നല്ലത് ഒരാളെ ചീത്തയാക്കാൻ പറ്റുമല്ലോ. ദെൻ ഹൗ ക്യാൻ വി ട്രസ്റ്റ് ദി ലാംഗ്വേജ് എന്നുള്ളതാണ് ചോദ്യം. ഹൗ ക്യാൻ വി ട്രസ്റ്റ് ദി ലാംഗ്വേജ്? യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിയാലിറ്റി എന്നുള്ള ഒരു സാധനം, ട്രൂത്ത് എന്നുള്ള സാധനം, അതൊരു ടെക്സ്ച്വലാണ്. അത് ടെക്സ്ച്വലി ക്രിയേറ്റ്, ഭാഷ കൊണ്ടാണ് ഉണ്ടാക്കിയ ഈ സാധനങ്ങളൊക്കെ. ഇവിടെയുള്ള എല്ലാ സത്യങ്ങളും ഭാഷ കൊണ്ട് ഉണ്ടാക്കിയ സത്യങ്ങളാണ്. അല്ലാതെ സത്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സംഭവമല്ല. നമ്മൾ പറഞ്ഞിട്ട് ഇതാണ് ശരി എന്നൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കി വെച്ചതാണ്. അതാണ് ശരിയെന്നൊന്നും നമുക്ക് അത്ര ഉറപ്പില്ല. ഓൾ ദീസ് ട്രൂത്ത്സ് ആൻഡ് റിയാലിറ്റീസ് ആർ കൺസ്ട്രക്റ്റഡ് ത്രൂ ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ഭാഷയിലൂടെ ഉണ്ടാക്കിയൊരു സാധനത്തെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ദേ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു അച്ചീവ് എനി നോളജ് ത്രൂ ലാംഗ്വേജ്. ദിസ് ഈസ് ദെയർ ആർഗ്യുമെൻറ്റ്. യു അണ്ടർസ്റ്റാൻഡ്? Then the verbal sign in its view is constantly floating free of the concept it is supposed to designate. Meanings are fluid and subject to constant slippage or spillage. So there is no guarantee that the receiver gets the intended meaning that a sender tries to convey through a sign. ഭാഷ ഇവരെ എടുക്കുന്നത് വെള്ളത്തെ പോലെയൊക്കെ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. മീനിങ് എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റൻ്റ്ലി ഫ്ലോട്ടിങ് ആണ്. ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്ന മാതിരി. ദെൻ യു ക്യാൻ സീ ഇറ്റ് ഈസ് സ്ലിപ്പറി, ഇറ്റ്സ് ലൈക്ക് ഫ്ലൂയിഡ്. ഇപ്പം നമ്മളൊരു സാധനം മീനിങ്ങിന് ഇങ്ങനെ നിങ്ങളൊരു നല്ല കൊഴുപ്പുള്ള ഏതൊരു മീനിനെ പിടിക്കുന്നതായിരിക്കും ഇമാജിൻ ചെയ്ത് വയ്ക്കാൻ മതി. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് എഴുതിയാണ് പോകും. അങ്ങനെയൊക്കെയുള്ളൊരു സാധനമാണ് ഈ ഭാഷ എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിച്ചോടത്തല്ല ഇത് കിട്ടുക. ഇപ്പോൾ ഏതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പാടത്ത് നെല്ലൊക്കെ പാകുന്ന കാര്യം ഇങ്ങനെ പാകാനേ പറ്റുള്ളൂ. എവിടെ ചെന്ന് വീഴാമെന്നൊന്നും പറയാൻ പറ്റില്ല. അണ്ടർസ്റ്റാൻഡ്? ദർ ഈസ് നോ ഗ്യാരണ്ടി ദാറ്റ് ദ റിസീവർ ഗെറ്റ്സ് ദ ഇൻറ്റൻറ്റഡ് മീനിങ് ദാറ്റ് എ സെൻഡർ ട്രൈസ് ടു കൺവേ ത്രൂ എ സൈൻ. നിങ്ങളൊരു സൈനിലൂടെ അല്ലെങ്കിൽ ഒരു വാക്കിലൂടെ നിങ്ങൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് അയാൾക്ക് കിട്ടുന്നത് എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളതാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകളുടെ ഒരു വാദം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഒരാൾ തെറ്റിദ്ധരിച്ച് നമ്മൾ പറഞ്ഞത് എടുത്തു. അപ്പം നമ്മൾ എന്തെങ്കിലും വിഷയത്തിൽ നമ്മൾ കുടുങ്ങുന്ന സമയത്ത് നമ്മൾ പറയല്ലോ, അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയും അല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേതായിരുന്നു, ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല അവരതെടുത്തത്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഭാഷയ്ക്ക് ഉണ്ടെന്നുള്ള ഉദ്ദേശിച്ച സാധനം ആയിരിക്കില്ല ചില സമയത്ത് കിട്ടുക. അണ്ടർസ്റ്റാൻഡ്? ഇത്തരം പ്രോബ്ലംസൊക്കെയാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ അഡ്രസ്സ് ചെയ്യുന്നത് മെയിൻലി. ഓക്കെ, നമ്മൾ കാര്യമായിട്ടും നമ്മൾ ബാത്സിനെയും ഡെറിഡയെയാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാത്സിനെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഡെറിഡ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഫിഗർ. അപ്പം ഡെറിഡയാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. ബാത്സിനെ ജസ്റ്റ് ഒന്ന് പറയാം. റോളണ്ട് ബാത്സ് എന്താ അറൗണ്ട് ദീസ് ടൈം, ഈ നമ്മുടെ ഈ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഫേസ് ആയ സമയത്ത്, ആദ്യം ഇയാളൊരു സ്ട്രക്ചറലിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഈ പോസ്റ്റ് സ്ട്രക്ചറലിസം ആയ സമയത്ത് നമ്മുടെ 60s ലാസ്റ്റ് ആൻഡ് 70s ആയ സമയത്ത്, അതാണ് ഈ അറൗണ്ട് ദിസ് ടൈം കേട്ടോ. അറൗണ്ട് ദിസ് ടൈം ബാത്സ് ഒരു പോസ്റ്റ് ഓഫ് ഉണ്ടാകും ഇവിടെ. ബാത്സ് വർക്ക് ബിഗാൻ ടു മൂവ്, ബാത്സ് അല്ലേ, അപ്പോൾ നമ്മളൊരു ഒരു വരെ ഇട്ടാൽ മതിയല്ലോ. അറൗണ്ട് ദിസ് ടൈം ബാത്സ് വർക്ക് ബിഗാൻ ടു മൂവ് ഫ്രം എ സ്ട്രക്ചറലിസ്റ്റ് ഫേസ് ടു എ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഫേസ്. നമ്മൾ പറഞ്ഞു ഇയാളൊരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു 60s ആൻഡ് അതുപോലെ 70s ഒക്കെ ആയ സമയത്ത്. His essay, The Death of the Author, 1968, is the hinge around which Barthes turns from structuralism to post-structuralism. അതായത് ദ ഡെത്ത് ഓഫ് ദി ഓതർ 1968 പബ്ലിഷ് ചെയ്യുന്ന ഈ ഒരു വർക്കാണ് പലപ്പോഴും ഒരു ടേണിംഗ് പോയിന്റ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറലിസ്റ്റ് ഫേസിൽ നിന്ന് മാറി പോസ്റ്റ് സ്ട്രക്ചറലിസത്തേക്ക് അദ്ദേഹം മാറുന്ന ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് പറയുന്ന ഒരു സാധനം, ഒരു ഹിഞ്ച് ആയിട്ട് പറയുന്നത്, ദാറ്റ് മീൻസ് ദ ടേണിംഗ് പോയിൻ്റ് ആയിട്ട് പറയുന്നത് ഡെത്ത് ഓഫ് ദി ഓതർ എന്ന് പറയുന്ന ഒരു വർക്കാണ്. അതിനകത്ത് ഈ എസ്സേയിനകത്ത് അദ്ദേഹം പറയുന്നത് ഹി അനൗൺസസ് ദി ഡെത്ത് ഓഫ് ദി ഓതർ. ഹി അനൗൺസസ് ദ ഡെത്ത് ഓഫ് ദി ഓതർ വിച്ച് ഈസ് അനദർ വേ ഓഫ് അസേർട്ടിങ് ദ ടെക്സ്ച്വൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഡെത്ത് ഓഫ് ദി ഓതർ എന്ന വർക്ക് അദ്ദേഹം വരുന്നതോടുകൂടി നമുക്ക് അദ്ദേഹം
ഓതറുടെ ഡെത്ത് അനൗൺസ് ചെയ്യാണ്. അതിലൂടെ ദ റീഡർ ഈസ് ബോൺ. വെൻ ദ ഓതർ ഡൈസ്, ദ റീഡർ ഈസ് ബോൺ. ദെൻ ത്രൂ വിച്ച് ഹീ ഈസ് അസേർട്ടിങ് ദി ടെക്സ്ച്വൽ ഇൻഡിപെൻഡൻസ്. പിന്നെ നമുക്ക് ടെക്സ്റ്റിനകത്ത് ഒരു കൺട്രോളറായിട്ട് ആരുമില്ല. പിന്നെ യു ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം ഇൻ ദ ടെക്സ്റ്റ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ആ ഒരു ടെക്സ്ച്വൽ ഇൻഡിപെൻഡൻസിനെ, അപ്പോൾ ടെക്സ്റ്റിനകത്തുള്ള ആ ഒരു മൾട്ടിപ്പിൾ മീനിങ്സിനെ അനലൈസ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം കിട്ടുന്നതാണ്, ആ ഫ്രീഡം കൊടുക്കുന്നതാണ് നമ്മുടെ ഡെത്ത് ഓഫ് ദി ഓതർ എന്ന് പറയുന്ന എസ്സേയിലൂടെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇറ്റ് സീംസ് ടു ലൈസൻസ് ദ എൻഡ്ലെസ് ഫ്രീ പ്ലേ ഓഫ് മീനിങ് എന്നുള്ള. അപ്പോൾ നമ്മുടെ ഡെറിഡൻ്റെ എസ്സേ ഉണ്ടല്ലോ, സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ ഇൻ ദ ഡിസ്കോഴ്സ് ഓഫ്, അതിനകത്തുള്ളൊരു പ്ലേ, പിന്നെ പ്ലേ ഓഫ് മീനിങ്സ് ആണ് വർക്കിനകത്ത് കാണുന്നത്. അത് നമ്മൾ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. Okay, we can discuss Derrida. Jacques Derrida. The second key figure in the development of post-structuralism is the philosopher Jacques Derrida. Right? ഇയാളാണ് നമ്മുടെ രണ്ടാമത്തെ കീ ഫിഗർ. The starting point of structuralism may be taken as his 1966 lecture, സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ ഇൻ ദ ഡിസ്കോഴ്സ് ഓഫ് ഹ്യൂമൻ സയൻസ്. ഇതാണ് ഞാൻ അത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ലെക്ചർ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ ഇൻ ദ ഡിസ്കോഴ്സ് ഓഫ് ഹ്യൂമൻ സയൻസ്. ഈ ഒരു ലെക്ചറോട് കൂടിയിട്ടാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം തന്നെ സ്റ്റാർട്ട് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇൻ ദിസ് ലെക്ചർ Derrida sees in modern times a particular event which constitutes a radical break from past ways of thought, loosely associating this break with the philosophies of Nietzsche and Heidegger and psychoanalysis of Freud. അപ്പോൾ ഇദ്ദേഹം ഒരു പിന്നെ ലെക്ചറിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ ഒരു മോഡേൺ പീരീഡിൽ ഒരു പ്രത്യേക ഒരു ഈവൻ്റ്, ഒരു സംഭവം തന്നെ നടന്നിട്ടുണ്ട്. ആ ഒരു ഈവൻറ്റിൽ നമുക്ക് കാണുന്നത് റാഡിക്കൽ ബ്രേക്ക് ഫ്രം ദി പാസ്റ്റ് വേസ് ഓഫ് തോട്ട്. ഇതുവരെ ഉണ്ടായിരുന്ന പഴയ പല ചിന്തകളിൽ നിന്നും ഒരു പെട്ടെന്ന് തന്നെ ഒരു മാറ്റം, ചിന്തയിലുള്ള ഒരു റാഡിക്കൽ ഒരു ചേഞ്ച് അദ്ദേഹം കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത് ഈ നീഷെ എന്ന് പറയുന്ന ഫിലോസഫർ, അതുപോലെ ഹെയ്ഡഗർ, ഇവരുടെയൊക്കെ വരവിന് ശേഷമാണെന്ന് അദ്ദേഹം പറയുന്നത്. അതുപോലെ നമ്മുടെ അനലിസ്റ്റ് ആയിട്ടുള്ള പിന്നെ എന്താ പറയുക, സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയൊക്കെ വരവിന് ശേഷമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവരാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പല ചിന്തകളെ ഞങ്ങൾ അട്ടിമറിച്ച് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത്. നീഷയുടെ ദ ഗോഡ് ഈസ് ഡാഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഹെയ്ഡഗറിൻ്റെ എക്സിസ്റ്റൻഷ്യലിസം, ലൈഫിൻ്റെ മീനിങ്ലെസ്നെസ്സെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു. ഫ്രൂയിഡിൻ്റെ ഈ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ കാര്യങ്ങൾ, അതുവരെ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ കാര്യങ്ങൾ, അതുവരെ കോൺഷ്യസ് മൈൻഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇയാൾ വരുന്നതോടെ ഇത് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇമ്പോർട്ടൻസ് പോയി അൺകോൺഷ്യസ് മൈൻഡിനായി ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലുള്ള പല എന്താ പറയുക, ഒരു റാഡിക്കലായിട്ടുള്ള പല മാറ്റം, അടിമുടി പല മാറ്റങ്ങളും ചിന്താപരമായിട്ട് ഈ ഒരു മോഡേൺ സമയത്ത് നടന്നിട്ടുണ്ട് എന്നാണ് ഡെറിഡ പറയുന്നത്. അപ്പോൾ അതിലൂടെ ഒരു ഡീസെൻട്രിങ് ആണ് ആക്ച്വലി അവിടെ നടന്നത്. നമ്മൾ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഓർ ഡീകൺസ്ട്രക്ഷനിസ്റ്റ്, ദേ ഡോണ്ട് ബിലീവ് ഇൻ സെൻറ്റർ. അപ്പോൾ ഈ ഒരു സെൻറ്ററിലുള്ള ഒരു മാറ്റമാണ് ഈ ഒരു മോഡേൺ പീരീഡിൽ നടന്നത്. ഡീസെൻട്രിങ് ആണ് നടന്നത്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രൂയിഡ് വരുന്നതോട് കൂടിയിട്ട് അതുവരെ സെൻറ്ററായിട്ട് കണ്ടിരുന്ന കോൺഷ്യസ് മൈൻഡ് മാറി എന്തിലേക്ക് പോയി? അൺകോൺഷ്യസ് മൈൻഡായി. ഇപ്പോൾ സൈക്കോളജിയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ സെൻറ്റർ ചേഞ്ച് ആവുന്നതായിട്ട് കാണുന്നു എന്നാണ് പറയുന്നത്. കാരണം ഒരു ഡീസെൻട്രിങ് നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിൽ, ഒരു മോഡേൺ പീരീഡിൽ എന്നാണ് ഡെറിഡ പറയുന്നത്. ഓക്കെ, the event concerns the decentering of our intellectual universe. Before this event, I think we can discuss this in the next part. നമ്മൾ രണ്ട് പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, so we can stop this part here. The remaining part we will discuss in the next part. Okay.